നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വല്ലഭൻ കുന്നിന് അടുത്താണ്. ഒരു പുതിയൊരു പോയിന്റ് കിട്ടി, അതൊരു വെള്ളച്ചാട്ടം. അപ്പോൾ അവിടെ വന്ന വഴിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു റിസ്കി ജോബായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഞാനും സുഹൃത്തുക്കളും ഫാമിലിയായിട്ട് വല്ലഭൻ കുന്നിലോട്ടൊരു യാത്ര തിരിച്ചു. വല്ലഭൻ കുന്നിലെ യാത്ര നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ഫോട്ടോസും വീഡിയോസൊന്നും എടുത്തില്ല. ഫാമിലി ആയതുകൊണ്ട് തന്നെ ഫാമിലിയുടെ കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കുട്ടി ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. വിഷ്ണുവിൻ്റെ ഫാമിലി, അവരിപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അതുപോലെ നിതീഷ് ഫാമിലി, പിന്നെ ഉണ്ടായിരുന്നത് ശ്രീജിത്തും ആരോമലും. നമ്മളെല്ലാവരും കൂടിയാണ് 2 കാറിലായിട്ട് പോയത്. വല്ലഭൻ കുന്നിൽ പോയി ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും എൻജോയ് ചെയ്തു, ഉദയമൊക്കെ കണ്ടു, നല്ല രീതിയിലുള്ള ഉദയമൊക്കെ കണ്ടു. ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തു, ഭയങ്കരമായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. ഞങ്ങൾ തിരിച്ച് വല്ലഭൻ കുന്നിൽ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ആരോമൽ പറഞ്ഞു അവിടെ ഓൾറെഡി ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ അവൻ നേരത്തെ പോയിട്ടുണ്ട്, അവർ ഫാമിലിയായിട്ട് വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അവർ അക്കരെ പോകാൻ കഴിഞ്ഞില്ല, ഇക്കരെ നിന്ന് മാത്രമേ കണ്ടുള്ളൂ, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ ആ ഒരു സ്ഥലവും കൂടെ നമുക്ക് കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി യാത്ര തിരിച്ചു. വല്ലഭൻ കുന്നിൽ നിന്ന് ചടയമംഗലം പോകുന്ന റൂട്ടിൽ, അതായത് പള്ളിക്കൽ ചടയമംഗലം റൂട്ടിൽ പോരയുടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു പാലമുണ്ട്. ആ ഒരു പാലത്തിൻ്റെ അടുത്ത് നിന്ന് ഇടത്തോട്ടൊരു റബ്ബർ എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിയുണ്ട്. ആ വഴിയാണ് ഞങ്ങൾ പോയത്. വളരെ ദുർഘടം പിടിച്ചൊരു വഴിയായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് വണ്ടിയൊക്കെ മുന്നോട്ട് പോയത്. വളരെ കുന്നും കുഴിയും ഒക്കെ ഉണ്ടായിരുന്നു, വളരെ പാടായിരുന്നു. ഞങ്ങൾ നേരെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക്, ഇത്ര കഷ്ടപ്പെട്ടിട്ടും അവിടെ ചെന്നപ്പോഴത്തേക്ക് അക്കരെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. അതാണ് ഇത്തിക്കര 6 എന്ന് പറയുന്ന സ്ഥലം. ഇത്തിക്കര 6ൻ്റെ തീരത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അവിടെ നിന്ന് നേരെ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടത് അക്കരെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം. എന്തായാലും അക്കരെ പോകണം, അവിടെ ഇറങ്ങാൻ പറ്റുമൊന്നും അറിയത്തില്ല, എന്താണെന്നും ഒരു പിടുത്തമല്ല. നോക്കിയപ്പോൾ അക്കരെ 2-3 പേരൊക്കെ നിൽക്കുന്നു. അപ്പോൾ ആളുകൾക്ക് വരാം എന്നുള്ളൊരിത് തോന്നി. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും അവർക്കറിയത്തില്ല. അറിയാവുന്നത് ഈ വട്ടത്തിൽ അവർ തങ്ങൾ എന്ന് പറയുന്നിട്ടൊരു ഇത് മാത്രമേ ഗൂഗിളിൽ കാണിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വട്ടത്തിൽ വാട്ടർഫാൾസ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ വാട്ടർഫാൾസിൻ്റെ പോയിന്റ് നമ്മൾ നിൽക്കുന്ന ആ സ്ഥലം തന്നെയാണ് കാണിക്കുന്നത്, നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. എല്ലാവർക്കും ആ ആഗ്രഹം തോന്നിയത് കൊണ്ട് ഞാനും പറഞ്ഞു ഓക്കെ പോകാം. അങ്ങനെ ഗൂഗിൾ ചേച്ചി എടുത്ത് വഴി ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് വഴിയൊന്നും അറിയത്തില്ല, നിങ്ങൾ വേണേ പൊക്കോണം. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് വഴി അറിയാവുന്ന സ്ഥലം വരെ പറഞ്ഞുതരാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി കുറച്ച് ദൂരം വരെ പറഞ്ഞു തന്നു. ആ ദൂരം അനുസരിച്ച് ഞങ്ങളങ്ങ് പോയി. പോരയുടെ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം സഞ്ചരിച്ചപ്പോൾ ഇടതൊട്ടൊരു റോഡ് വന്നു. അതുവഴി കയറി ഏകദേശം 1 കിലോമീറ്റർ ചെയ്തപ്പോൾ റോഡ് തീർന്നു. അതായത് ഗൂഗിളിലുള്ള റോഡ് തീർന്നു. ഗൂഗിൾ പറഞ്ഞു ഇത്രയും ദൂരം എനിക്ക് അറിയാവൂ, ഇനി അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ശരി, അവിടെ നിന്ന് നേരെ താഴോട്ട് പോയപ്പോൾ കഷ്ടപ്പെട്ടാണ് പോയത്. വളരെ ദുർഘടമായിട്ടുള്ളൊരു റോഡായിരുന്നു. ഒരു വണ്ടിക്ക് മാത്രം തിങ്ങി പോകാൻ പറ്റുന്നൊരു വഴി. റബ്ബറിൻ തോട്ടങ്ങളാണ്, 2 സൈഡിൽ റബ്ബറിൻ തോട്ടങ്ങളാണ്. നേരെ ചെന്നെത്തിയത് നമ്മുടെ ഈ വട്ടത്തിൽ വാട്ടർഫാൾസിലാണ്. ഭയങ്കര ഒരു വെള്ളച്ചാട്ടമൊന്നുമല്ല, എങ്കിൽ കൂടിയും അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. ഒരുപാട് സ്ഥലമുള്ള ഒരു ഏരിയ ആയിരുന്നു, ഒരുപാട് വീതി ഉണ്ടായിരുന്നു ഈ ഒരു ആറിന്. വട്ടത്തിൽ വാട്ടർഫാൾസിന്റെ കാഴ്ചകൾ ഇന്നിപ്പോൾ വെള്ളം കുറവായതുകൊണ്ടായിരിക്കും ഈ ഒരു രീതിയിൽ കാണുന്നത്. അവിടെ ഒരു കല്യാണ പാർട്ടിയുടെ വീഡിയോ ഷൂട്ടിംഗ് നടക്കുന്ന. വല്ലഭൻ കുന്നിൽ വരുന്നവർ അധികം ആരും ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ല. ഞങ്ങൾ അപ്പുറത്തെ സൈഡിലായിട്ടാണ് ഞങ്ങൾ നിന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങൾ നിന്നത്. ഞങ്ങൾ കുറച്ച് കറങ്ങി, ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം ചുറ്റിയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിയത്. ഈ ഒരു സ്പോട്ടിൻ്റെ ഡെസ്റ്റിനേഷൻ ഞാൻ ഗൂഗിളിൽ ആഡ് ചെയ്യും, അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആഡ് ചെയ്യും. കാരണം ഇത്രയും നല്ല കിട്ടുക്കാച്ച ഒരു സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഒളിച്ചു കിടക്കുകയായിരുന്നു. ഇപ്പോൾ അത് കണ്ടെത്താൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. വരാനായിട്ട് ഗൂഗിളിൽ പോലും പകുതി വഴി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ കാറ് വരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്.
എന്തായാലും ഒരു റിസ്ക് ജോബായിരുന്നു ഈ കാറിനെ ഇവിടെ എത്തിക്കുക എന്നുള്ളത്. ഇവിടെ നല്ല രീതിയിൽ വെള്ളം വരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പാറയും ഈ ഒരു ലെവലൊക്കെ തന്നെ അല്ലേ. ഈ ഒരു സ്ഥലം നമുക്ക് കാട്ടിത്തന്ന ഒരു വ്യക്തിയാണ് ഈ പോകുന്ന വ്യക്തി. ആരോമലിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്രയും കിടുക്കാച്ച ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു തന്നത് ആരോമലാണ്. ആരോമലിന് നമുക്ക് ഒരു നന്ദി കൊടുക്കണം. ആരോമലിന് കൊടുക്കേണ്ട നന്ദി നമുക്ക് ഒരു ലൈക്കായിട്ടും ഷെയറായിട്ടും കൊടുക്കാം. ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടത്തിന് 2-3 പ്രത്യേകതയുണ്ട്. കാരണം അവിടെ നിന്നൊരു കൈവഴി റോഡ് വരുന്നുണ്ട്, തോട് ഉണ്ട്. ഇതാണ് മെയിനായിട്ട് ഇത്തിക്കര ആറ് എന്ന് പറയുന്ന ആറ്. പോകുന്ന കാര്യങ്ങൾ പാടും. സത്യം പറയാൻ സ്പീഡുള്ള സ്പോട്ട് തന്നെ പറയാം. വല്ലവൻകുന്നിൽ വരുന്നവർക്ക് വരാനായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വല്ലവൻകുന്നിൽ ഒരുപാട് പേര് വന്നിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം അതായത് വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം ഞാൻ സംസാരിക്കുന്നത് എത്രത്തോളം കേൾക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാ പേരും അവിടെ ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലാണ്. ഈ ഒരു സൈഡിൽ നിന്നും ഒരു വെള്ളം, അതായത് ഒരു തോട് വന്ന് ഇതിനകത്തോട് ലയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്ലേസ് കണ്ടപ്പോൾ തന്നെ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി. അപ്പുറം സൈഡിൽ നിന്ന് കണ്ടപ്പോൾ എന്തായാലും അടിപൊളിയെന്ന് തോന്നി. ഉടനെ നമ്മൾ വണ്ടി തിരിച്ച് നേരെ ഇങ്ങോട്ട് എത്തുകയാണ് ചെയ്തത്. അവിടെ കുറച്ച് കൈതക്കാടുകളൊക്കെ ഉണ്ട്. രാവിലെ ഒരു ആഹാരം പോലും കഴിക്കാതെയാണ് നമ്മൾ വല്ലഭംകുന്നിലോട്ട് വന്നത്. കാരണം 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വല്ലഭംകുന്നിൽ വന്നിട്ട്. പക്ഷേ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഉണ്ടല്ലോ 100% ചാർജ് കൂടിയ അവസ്ഥയാണ് ഇപ്പോൾ. ആഹാരം പക്ഷേ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഇത്രയും ഒരു നല്ല സ്ഥലം ഒളിച്ച് കിടന്നത് കൊണ്ടാണ് ആരും അറിയാതിരുന്നത്. എന്തായാലും ഇപ്പോൾ എല്ലാവരും ഒക്കെ അറിഞ്ഞ് വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. താഴെ വീണായിട്ട് കൊള്ളായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ, അതിന് ന്യായം. ബെൽ ബട്ടൺ അമർത്തിയില്ല, ഒരു ബെൽ ബട്ടൺ കൂടെ അമർത്തുക. എൻ്റെ കൂടെ നിൽക്കുന്ന വിഷ്ണു,
ആരോമലാണ് നമ്മളെ ഈ ഒരു സ്ഥലം കൊണ്ട് കാണിച്ചു തന്നത്. ഷിജു ഉണ്ട്, അതുപോലെ നിതീഷ് ഉണ്ട്. നമ്മളെ എല്ലാവരും ഫാമിലി ആയിട്ട് ഇറങ്ങിയതാണ് രാവിലെ. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.